സ്വർണ്ണ പീലികൾ ചൂടി വന്നു ഭൂവിയിൽ നിറഞ്ഞു നിൽക്കവേ ഇനിയൊരിക്കൽ നമ്മളൊന്നായി ചേരുമെങ്കിലോ ആ നിമിഷം നിന്നിൽ നീയലിഞ്ഞു ചേരുമോ വഴിയരികിൽ കാത്തു നിന്നതെന്തിനാണു നീ എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി വഴിയരികിൽ കാത്തു നിന്നതെന്തിനാണു നീ എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി. ആദ്യമായി നമ്മൾ ഇത്തരം ഒരു ചടങ്ങ് നടക്കുന്ന സമയത്ത് ഒരു ഈശ്വര പ്രാർത്ഥനയോടുകൂടി തുടങ്ങണം അല്ലേ? അതിനായി നമ്മുടെ ആർച്ചുമോൾ എത്തിയിട്ടുണ്ട്. ആർച്ചുമോളിന് ഞാൻ മൈക്ക് കൈമാറുകയാണ്. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. നമ്മുടെ ഈ 01 മീഡിയ ക്രിയേഷൻസ് ആരംഭിച്ചിട്ട് അധികം വർഷങ്ങളോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ആഗ്രഹമുള്ള ഒരു കൂട്ടം ഗ്രാമീണരുടെ ഒരു സംരംഭമാണ് 01 മീഡിയ വൺ ക്രിയേഷൻസ്. അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് സുരേഷ് സാറാണ്. വാഴപ്പള്ളി സുരേഷ് എന്ന് നമ്മളൊക്കെ പറയുന്ന നോ വാഴപ്പള്ളി എന്നുള്ള പേരിൽ ഒരു യൂട്യൂബ് ചാനൽ അദ്ദേഹം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം നിരവധി പ്രൊജക്റ്റുകളിൽ പങ്കാളിയും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അമരത്വത്തിലാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു രീതി ഇപ്പം ആരൊക്കെയാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിനയത്തിന്റെ അടുത്തേക്ക് പോലും ചിന്തിക്കാൻ കഴിയാതിരുന്ന ആളുകളെ ഇതിലേക്ക് അഭിനയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. നല്ലൊരു കയ്യടി അദ്ദേഹത്തിന് കൊടുക്കാം. അതായത് ഒരാളുടെ കഴിവിനെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കാനുള്ള ഒരു പ്രത്യേക വൈഭവം അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. പറയാം, ഓരോ അരിമണിയും പറക്കിയെടുക്കുന്ന രീതിയിലാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ശരിയാണല്ലോ? ഇവിടെ ഇരിക്കുന്ന അരിമണി പറക്കിയുള്ള കുറെ ആളുകളുടെ മുഖം ഞാൻ കാണുന്നുണ്ട്. അല്ല, എല്ലാവരും അല്ലാട്ടാ, ചിലരുടെ. പക്ഷെ ഭംഗിയായ രീതിയിൽ ഈ ഡയലോഗുകൾ പറയുന്നതിനും അവതരിപ്പിക്കുന്നതിനും അദ്ദേഹം സമയം കൊടുത്തുകൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ഒരു കല തന്നെയാണ്. ശരിയല്ലേ? നല്ലൊരു കൈയുടെ അദ്ദേഹത്തിന് കൊടുക്കാം. ഓരോരുത്തരുടെ കഴിവിന്റെ ഉള്ളറകളിലേക്ക് ചെന്ന് അത് കണ്ടെത്താനുള്ള, പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമപ്രദേശം അറിയാലോ അല്ലെ മുരളിയേട്ടാ? ഒരു ബോധക്കണ്ണാടി അദ്ദേഹത്തിനുണ്ട്. അത് ഹൃദയത്തിന്റെ ഭാഷയിൽ അദ്ദേഹത്തിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുക കൂടി ചെയ്യാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് കലാ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരാനും ഈ ചടങ്ങിൽ പങ്കെടുക്കാനും ഈ ചടങ്ങിനെ ധന്യമാക്കാനും ഇവിടെ എത്തിച്ചേർന്ന പ്രശസ്തനായ സിനിമാ സംവിധായകൻ, എൻ്റെ നാട്ടുകാരൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷൈജു വന്തിക്കാട് അവരുടെ ഞാൻ ഈ ചടങ്ങിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ആരവത്തോടും കയ്യടിയോടും കൂടി നമുക്കറിയാം, ഷേക്സ്പിയർ MA മലയാളം തൊട്ട് തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നുള്ള ഒരു പിടി സിനിമകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അതെല്ലാം തന്നെ ഒരു ഗ്രാമീണ പശ്ചാത്തലവും അതുപോലെ തന്നെ ഒരു ചെറുപ്പക്കാരൻ പറയേണ്ട മെസ്സേജുകൾ കൃത്യമായി അവതരിപ്പിച്ച സിനിമകളാണ്. അങ്ങനെ ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്ക് ഈ ചടങ്ങിലേക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷം 01 മീഡിയ ക്രിയേഷൻസിന് വേണ്ടി അർപ്പിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ചടങ്ങിലേക്ക് കടക്കാം. അതിനായിട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയും നമ്മളോട് 2 വാക്ക് സംവേദിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ റെസ്പെക്റ്റഡ് ഡയറക്ടർ ഷൈജു സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുള്ള സമയങ്ങളാണ് ഇതെല്ലാം. പ്രത്യേകിച്ച് സുരേഷ് ഏട്ടനാണ് എന്നെ വിളിക്കുന്നത്. സുരേഷ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടിക്കാലത്ത് സുരേഷ് ഏട്ടൻ്റെ നാടകങ്ങൾ കണ്ടു വളർന്ന ഒരാളാണ്. അന്തിക്കാട് സ്കൂളും പരിസരങ്ങളും ഒക്കെ അന്ന് സുരേഷ് ഏട്ടനാണ് നാടകം ചെയ്തിരുന്നത്. സീതയൊക്കെ സുരേഷ് ഏട്ടനല്ലേ ഡയറക്ട് ചെയ്ത്? എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് സീത, അതുപോലെ അരങ്ങത്ത് കുഞ്ഞമ്മ, അത്തരം നാടകങ്ങളൊക്കെ കണ്ട് വളർന്നു വന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ടേ നമുക്ക് സുരേഷ് ഏട്ടനോട് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. അന്ന് സുരേഷ് ഏട്ടനൊക്കെ വലിയ ചേട്ടന്മാരാ. അപ്പൊ നമ്മൾ കൊച്ചു കുട്ടിയൊക്കെ ആയിട്ട് സുരേഷ് ഏട്ടൻ്റെ നാടകം കാണാനൊക്കെ ചെന്നിരിക്കുന്ന ഓർമ്മ
നമുക്കുണ്ട്. എന്തായാലും സുരേഷിന്റെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. സീറോ മീഡിയ, ഈ സീറോ മീഡിയനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഒരു കഥ എനിക്ക് ഓർമ്മ വരികയാണ്. പൂജ്യത്തെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വരികയാണ്. അതായത് 9, 8 ഒരടി കൊടുത്തു. കുറച്ച് എന്തിനാ അടിച്ചത്? ഒന്നുമല്ല, ഞാൻ നിന്നേക്കാൾ ക്യാമറാണ്, അതുകൊണ്ട് എനിക്ക് നിന്നെ അടിക്കാം. അപ്പൊ 8 7 പിടിച്ചൊരു അടി കൊടുത്തു. കാരണം ഞാൻ നിന്നേക്കാൾ ക്യാമറാണ്, അതുകൊണ്ട് തന്നെ അടിക്കാം. 7 6 പിടിച്ചടിച്ചു. 6 5 കൊടുത്തു. 5 4 കൊടുത്തു. 3 2 കൊടുത്തു. 2 1 കൊടുത്തു. 1 കൊടുക്കാൻ നോക്കിയപ്പോ 0 പുള്ളി പറഞ്ഞു, എന്നെ അടിക്കരുത്, ഞാൻ 0 എന്ന് പറഞ്ഞു. 1 പറഞ്ഞു, ഞാൻ നിന്നെ അടിക്കുന്നില്ല, പകരം ഞാൻ നിന്നെ ചേർത്ത് നിർത്തുന്നു എന്ന് പറഞ്ഞു. 1 0 ചേർത്ത് ഇവരെക്കാൾ ഏറ്റവും വലിയ ഒരാളായി തീർന്നു, 10 തീർന്നു അല്ലെ? അപ്പൊ അതുപോലെ ഈ 0 ഏറ്റവും വലിയ ഏറ്റവും ടോപ്പിൽ എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഗംഭീരമായിട്ട് ഇതിന്റെ വളർച്ച ഉണ്ടാകും. പിന്നെ അവിഹിതം, ചിലപ്പോഴൊക്കെ ഏറ്റവും ഹിതമായിട്ടുള്ളതിനെയാണ് നമ്മൾ അവിഹിതമെന്ന് വിളിക്കേണ്ടി വരിക അല്ലെ? ഒരുപക്ഷെ ഏറ്റവും ഹിതമായിട്ടുള്ളതായിരിക്കാം അത്, പലപ്പോഴും പലരും അവിഹിതമെന്ന് വിളിക്കേണ്ടി വരും. മാത്രമല്ല ഈ പ്രതിഭകൾ, എല്ലാം ഈ ഇരിക്കുന്ന ആളുകളെല്ലാം പ്രതിഭകളാണെന്നിരിക്കാം. അപ്പൊ എപ്പോഴാണ് പ്രതിഭകൾ ഉണ്ടാവുക എന്നതറിയില്ല, ജനം തിരിച്ചറിയുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയാം, ഒരു ഡോക്ടർ MBBS പഠിക്കുന്ന ഒരാള് 5 വർഷം കഴിഞ്ഞ ഡോക്ടറാണെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ LLB പഠിക്കുന്ന ഒരാൾ ഇത്ര വർഷം കഴിഞ്ഞാൽ വക്കീലാകുമെന്ന് അറിയാം. പക്ഷെ ഒരു പ്രതിഭ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഒരുപക്ഷെ ഞങ്ങളുടെ 18ാമത്തെ വയസ്സിലാവും, ചിലപ്പോൾ 60ാമത്തെ വയസ്സിലാവും, 50ാമത്തെ വയസ്സിലാവും, എപ്പോ വേണമെങ്കിലും ആവാം. അതുകൊണ്ട് നിങ്ങൾ ആരും എവിടെയും എത്തിപ്പെട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. പ്രതിഭ എപ്പോ വേണമെങ്കിലും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ പാട്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി വളരെ ഹൃദയപൂർവ്വം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും പാട്ട് റിലീസ് ചെയ്യാണ്. അപ്പൊ ആ ചടങ്ങ് നിർവഹിക്കാൻ പോവുകയാണ്. അപ്പൊ അത് ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രേറ്റ് ഡയറക്ടറെ ക്ഷണിക്കുകയാണ്. എല്ലാമായിട്ട് വളരെ രസകരമായ രീതിയിലാണ് ഇതെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത്. അത് നമ്മൾ കാണുക, അതുപോലെ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവരിലേക്ക് അതിന്റെ ലിങ്കുകൾ എത്തിച്ചു കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വഴിയരികിൽ കാത്തു നിന്നതെന്തിനാണു നീ, എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി. വഴിയരികിൽ കാത്തു നിന്നതെന്തിനാണു നീ, എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി. കരിവളകൾ കയ്യിൽ നീളണിഞ്ഞ കാമിനി, കരിവളകൾ കയ്യിൽ നീളണിഞ്ഞ കാമിനി. മാറിക്കല്ലുമാലണിഞ്ഞ മോഹ കൺമണി. വഴിയരികിൽ കാത്തു നിന്നതെന്തിനാണു നീ, എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി. മുടിയിണയിൽ പവിത്രമാം തുളസി കൂമ്പുകൾ ചാർത്തി എന്റെ ചാരെ വന്നു നിന്നതെന്തിന്. മുടിയിണയിൽ പവിത്രമാം തുളസി കൂമ്പുകൾ ചാർത്തി എന്റെ ചാരെ വന്നു നിന്നതെന്തിന്.
കുസൃതിയാലെ വിടർന്നതെന്തിന് കൊലുസണിഞ്ഞ് നഖശതങ്ങൾ വരച്ചതെന്തിന് വഴിയരികിൽ കാത്തു നിന്നതെന്തിനാണു നീ എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി സൂര്യനാം പകർന്ന സ്വർണ്ണ പീലികൾ ചൂടി വന്നു ഭൂമിയിൽ നിറഞ്ഞു നിൽക്കവേ ഇനിയൊരിക്കൽ നമ്മൾ ഒന്നായി ചേരുമെങ്കിലോ ആ നിമിഷം നിന്നിൽ നീ അലിഞ്ഞു ചേരുമോ വഴിയരികിൽ കാത്തു നിന്നതെന്തിനാണു നീ എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി വഴിയരികിൽ കാത്തു നിന്നതെന്തിനാണു നീ എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി എൻ മനസ്സിൽ മോഹപൂവിതച്ച സുന്ദരി ഡോങ്കി മിൽക്ക് സോപ്പ് അതിന്റെ പ്രത്യേകത കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ചാഞ്ഞും ചെരിഞ്ഞു നോക്കി എടുക്കുക. ഇന്നത്തെ ഈ സായം സന്ധ്യ നമ്മുടെ ഈ ചടങ്ങ് മകനീയമാക്കി വളരെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇന്ന് ഈ ചടങ്ങ് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. മക്കൾക്ക് എല്ലാവരെയും നടന്മാരെയും നടിമാരെയും കേരളമാരെയും അതുപോലെ തന്നെ മറ്റെല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.